തിരൂർ പുഴയിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ മരിച്ച ഫൗസിയയുടെ ഭർത്താവ് ഹുസൈൻ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. വ്യാഴാഴ്ച പുലർച്ചെ മീൻ വാരാൻ എന്ന് പറഞ്ഞാണ് ഫൗസിയെ ഹുസൈൻ വീട്ടിൽ നിന്നും വിളിച്ചുകൊണ്ടുപോയത്. തിരൂർ പൂക്കയിൽ വെച്ച് ബസ്സിൽ യാത്ര ചെയ്യവേ പോലീസ് പ്രതിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ ആദ്യം. ഇതെന്ത് വിചാരിച്ച് ഒരാളെ കൊന്നിട്ട് പോകുന്നല്ലേ? അല്ലേ സാറേ, അവന് ഇതിങ്ങനെ കൊന്നിട്ട് അവൻ അങ്ങോട്ട് പോകുന്ന വിചാരിച്ചേ? സാറേ ഒരടി സാറേ സാറേ കൊന്നിട്ട് എങ്ങനെ കൊണ്ടുപോയി? എല്ലാം എങ്ങനെ കൊണ്ടുപോയി? വാർത്തയുടെ വിശദാംശങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്തുണ്ട് മലപ്പുറത്തു നിന്നും. ശാന്തകുമാർ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഹുസൈനാണ് കൃത്യം നടത്തിയതെന്ന് പോലീസ് ഉറപ്പിച്ചിട്ടുണ്ടോ? അതിന്റെ ഭാഗമായിട്ടാണോ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്? രണ്ട്, ഈ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് ഹുസൈന് നേരെ അതിക്രമം ഉണ്ടായതായിട്ടുള്ള ദൃശ്യങ്ങളുമുണ്ട്. എന്താണ് വിശദാംശം? പ്രാഥമികമായ പോലീസിന്റെ നിഗമനം ഹുസൈൻ തന്നെയാണ് കൊലപ്പെടുത്തിയത് എന്നുള്ളത് തന്നെയാണ്. വിശദമായ ചോദ്യം ചെയ്യൽ ശേഷം മാത്രമേ അത്തരത്തിലുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോലീസും എന്തായാലും ഔദ്യോഗികമായി പറയുകയുള്ളൂ. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ ഹുസൈനെ തിരൂർ പൂക്കയിലെ ബസ്സിൽ നിന്നും പോലീസ് കസ്റ്റഡി എടുക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച മുതൽ ഇവരുടെ വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ ഹുസൈനും ഭാര്യ ഫൗസിയും തമ്മിൽ ബഹളവും മറ്റ് വീട്ടിൽ തർക്കങ്ങളും ഒക്കെ ഉണ്ടായി. അയൽവാസികൾ ഉൾപ്പെടെ അതിനകത്ത് ഇടപെട്ടിരുന്നു. പിന്നീട് ഈ വ്യാഴാഴ്ച പുലർച്ചെയാണ് ഈ ഹുസൈൻ ഫൗസിയെ മീൻ മാരാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പുലർച്ചെ 4 മണിയോട് കൂടി കൊണ്ടുപോകുന്നത്. പിന്നീട് ഇവരെ കാണാതാവുകയായിരുന്നു. രണ്ടുപേരെയും കാണാനില്ല എന്ന് പറഞ്ഞ പിന്നെ ഇവരുടെ മക്കൾ തന്നെയാണ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നത്. തുടർന്നാണ് ഇന്നലെ രാവിലെയാണ് ഈ തിരൂരിൽ പുഴയിലെ മത്സ്യബന്ധന ബോട്ടിന്റെ നങ്കൂരത്തിൽ നിന്നും ചാക്കിൽ കെട്ടിയ നിലയിൽ ഈ ഫൗസിയുടെ മൃതദേഹം കാണുകയും ചെയ്യുന്നത്. തുടർന്ന് പോലീസ് വിശദമായ അന്വേഷണത്തിലാണ് അപ്പോൾ ഈ ഹുസൈനെയും കാണാനില്ല എന്ന് മനസ്സിലാവുന്നത്. തുടർന്ന് വിശദമായ പരിശോധന നടത്തി. തുടർന്ന് ഇയാളുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ഇന്ന് ഇപ്പോൾ ഇയാളെ പോലീസ് എടുക്കുകയും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ എന്താണ് ഈ കൊലയ്ക്കുള്ള കാരണം, എങ്ങനെയാണ് ഈ കൊല നടത്തിയത് തുടങ്ങിയുള്ള കാര്യങ്ങൾ എന്തായാലും വിശദമാക്കുകയുള്ളൂ. ഗൗതം. ശാന്തകുമാർ വെള്ളാലത്താണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. പ്രാഥമിക വിവരത്തിൽ ഹുസൈൻ കുറ്റം ചെയ്തു എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും മറ്റ് വിശദാംശങ്ങൾ പുറത്തുവരിക.